തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ ആക്രമിക്കുന്നു, സമരം ചെയ്യുന്നു. എന്തെല്ലാം പ്രഹസന നാടകങ്ങളാണ് വരും ദിനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെന്നറിയാലോ. എന്തായാലും ഇതിൻ്റെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നു. അതെന്തായാലും തിരുവനന്തപുരത്ത് അവർ ഒരുമിക്കാൻ പോവാണ്. വി രാജേഷേട്ട എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, പാളയം മാർക്കറ്റിലെ ഗുണ്ടായിസം, കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗുണ്ടായിസം, അതുപോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല അഴിമതികളും, ഇതൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് വി രാജേഷ് നയിക്കുന്ന നമ്മളെ തലസ്ഥാന നഗരിയിലെ മേയർ പദവിയും BJP എടുത്തങ്ങ് കളഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിക്കുന്നു. അപ്പോൾ ശബരിനാഥ് ഇന്നലെ പറഞ്ഞു, സമരം ചെയ്യാനാണ് CPM ആഗ്രഹിക്കുന്നതെങ്കിൽ സമരനാടകം തന്നെ നടക്കട്ടെ. സമരനാടകം തന്നെ നടക്കട്ടെ. അതല്ലാതെ വികസനമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരന്മാരെ, നാണമുണ്ടോടാ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നടക്കുക? അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ നാണമുണ്ടോ? പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ച് വോട്ട് നേടി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് വെളിയിൽ പോയാൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയാണല്ലോ എല്ലായിടത്തും. അത് തമിഴ്നാടായിരുന്നാലും എല്ലാ സ്ഥലത്തും ഇന്ത്യ മുന്നണി. കമ്മ്യൂണിസ്റ്റുകാരന്മാരും കോൺഗ്രസ്സുകാരന്മാരും ഒറ്റക്കെട്ട്. അപ്പോൾ എന്തായാലും ഇനി കേരളത്തിൽ ഇത്തരത്തിലാണ് വരാൻ പോകുന്നത്. BJP മാത്രം, അതായത് സത്യം കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന BJP ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ സൂതനെ അറസ്റ്റ് ചെയ്തല്ലോ, സൂതൻ, അദ്ദേഹം വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിലെ ഒരു കൗൺസിലറാണ് സൂതൻ. ആ സൂതനെ കാപ്പ കേസ് ചുമത്തിയിട്ട്, കാരണം ഇതിൻ്റെയൊക്കെ നാടകം, കൃത്യമായിട്ടുള്ള നാടകം ഇപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്. കാപ്പ കേസിൽ സുഗതനെ അകത്താക്കിയാൽ വീണ്ടും ഒരു അട്ടിമറിയിലൂടെ, അട്ടിമറിയിലൂടെ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇവിടെ ഭരിക്കാം, വീണ്ടും കട്ടുമുടിച്ച് കൊതി തീർന്നില്ലേടാ ദുഷ്ടന്മാരെ. നിങ്ങൾക്ക് നാണമുണ്ടോടാ കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ്സുകാരെ? ആ സൂതനെ കാപ്പ കേസ് ചുമർത്തി. കാരണം ഞാനും സൂതൻ്റെ അടുത്ത് ഒരുപാട്, സൂതനോടൊപ്പം യുവമോർച്ചയുടെ സമരത്തിന് പോയിട്ടുള്ളതാണ്. സൂതന് എത്ര കേസുണ്ടെന്ന് നിങ്ങൾക്കറിയാം, എത്ര കേസുണ്ടെന്ന്. അവിടുത്തെ ജനങ്ങൾ, അവൻ്റെ വാർഡിലെ ജനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? കുറേ കമ്മ്യൂണിസ്റ്റ് BJP ആ വാർഡ് പിടിച്ചെടുത്ത സമയത്ത്, നമ്മുടെ നാട്ടിലുമുണ്ട്, നമ്മുടെ കുന്നത്തുകാലാണ് എൻ്റെ നാട്, പാറശാല മണ്ഡലത്തിൽ കുന്നത്തുകാലിൽ. ഇവിടെയും കമ്മ്യൂണിസ്റ്റുകാരന്മാർ ഭരിച്ച് മുടിച്ച് 45 വർഷത്തോളം ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയ സമയത്ത് എക്കാലോ അവർക്ക് 10, 18, 21 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 23 സീറ്റായി. എക്കാലോ അവർക്ക് 25-ൽ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നതാണ്. അല്ല, 18 സീറ്റൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാലേ കോൺഗ്രസ്സിന് ഇപ്രാവശ്യം 10 സീറ്റ് കിട്ടി, കമ്മ്യൂണിസ്റ്റിനും 10 സീറ്റ് കിട്ടി. BJP കിട്ടിയ സീറ്റ് എത്രയെന്ന് പറയും? 3 സീറ്റ് BJP കിട്ടി. ഞങ്ങൾ ഒരുത്തൻ്റെ മൂടും താങ്ങാൻ പറ്റില്ല. കുന്നത്തുകാൽ പഞ്ചായത്തിൽ ഒരുത്തൻ്റെ മൂടും. ഞങ്ങളുടെ നേതാക്കന്മാർ അന്തസ്സോടുകൂടി തന്നെയാണ് പറയുന്നത്, നമ്മളെ പ്രവർത്തകർ അന്തസ്സോടുകൂടി തന്നെയാണ് പറയുന്നത്. ഒരു നേതാവിൻ്റെ മൂട് താങ്ങി ഒരുത്തൻ്റെയും വാലാട്ടി പട്ടികളെ പോലെ കിട്ടുന്ന ചുമലയും വാങ്ങിച്ചുകൊണ്ടിരിക്കാനല്ല ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അന്തസ്സായിട്ട് വീണ്ടും പ്രവർത്തിക്കും, പ്രതിപക്ഷമായിട്ട് തന്നെ കുന്നത്തുകാൽ പഞ്ചായത്തിലെ പ്രതിപക്ഷമായിട്ട് പ്രത്യേകിച്ച് അടുത്ത പ്രാവശ്യം നമ്മൾ കുന്നത്തുകാൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നമ്മൾ പിടിച്ചെടുക്കും BJP. അല്ലാതെ നിന്നെപ്പോലെയൊക്കെ ഈ ശിഖണ്ഡികളെ പോലെ, തന്തയില്ല കഴിവേറികളെ പോലെ എന്ന് തന്നെ പറയാൻ പറ്റും. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണത്തിൽ BJP കയറി വി രാജേഷ് എന്ന ഞങ്ങളുടെ മുൻകാല ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സംഭവം പൊള്ളയാണ്, ഇരുന്ന പൊള്ളിക്കൊണ്ടിരിക്കണം. നാണമുണ്ടോടാ കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് വീണ്ടും ഞാൻ ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും ഇടണ്ട ഇത്തരത്തിലുള്ള വീഡിയോ ഒന്നും ഇടണ്ട. ഞാൻ ഫോട്ടോഗ്രാഫി മേഖലയിൽ തന്നെ അങ്ങനെ പ്രവർത്തിച്ച് പോവാമെന്ന് വിചാരിച്ചാലും ഒരു രക്ഷയില്ല. നമുക്കിതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം നാണക്കേടിൻ്റെ അവസാനമായി മാറി. നാണക്കേടിൻ്റെ ED ആക്രമിച്ചില്ലേ? ആർക്ക് വേണ്ടി ആക്രമിച്ച്? പിണറായി വിജയൻ, ഇവൻ്റെയൊക്കെ ദൈവമാണ് പിണറായി വിജയൻ എന്തൊന്ന് അന്വേഷണത്തിന് വിധേയനാക്കാൻ പറ്റില്ലേ? പിണറായി വിജയൻ്റെ മോളെ അന്വേഷണ വിധേയനാക്കാൻ പറ്റില്ലേ? മോക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ, സമരം
പാറക്കല്ല്. ആര്? IB ബിനു. കള്ളന് കഞ്ഞിവച്ചനാണ് IB ബിനു. IB ബിനുവിൻ്റെ ചരിത്രം നിങ്ങൾക്ക് അറിയോ? ഈ BJPയുടെ സംസ്ഥാന ഓഫീസ് ഇവൻ്റെ വാർഡിൻ്റെ സൈഡിൽ ഇരുന്നപ്പോൾ ഇവർ രാത്രി ഉണ്ടല്ലോ ബോംബ് കൊണ്ടുവന്ന് കാര്യാലയത്തിൻ്റെ മുകളിലോട്ടിട്ടോ. അന്ന് ഇവരെ സംരക്ഷിച്ചു. ആര് സംരക്ഷിച്ചു? കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഇവർ IB ബിനുവിനെ സംരക്ഷിച്ചു. ആ IB ബിനു കള്ളൻ്റെ മോയ് എന്ന് തന്നെ പറയും. ഈ കള്ളൻ്റെ മോയ് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഓഫീസ് കത്തിച്ചിട്ട് അങ്ങനെ ചൊള്ളിവിൽ അവൻ വെള്ളത്തി കിടന്നു. നമ്മുടെ ABVP-യിലെ അവിടെ പഠിക്കുന്ന പിള്ളേരെ, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരെ തല്ലുപോയി. തിരുവനന്തപുരം അടക്കി വാഴുന്ന ഗുണ്ടയാണ്. പാളയം മാർക്കറ്റൊക്കെ ഇവ അടക്കി വാണുകൊണ്ടിരുന്നു. അവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവ അടക്കി വാങ്ങിച്ചു. ഇവൻ്റെ ഗുണ്ടാപ്പിരിവാണ്. അതിനെ നിർത്തലാക്കി വി രാജേഷ് എന്ന ഞങ്ങളുടെ മേയർ അതിനെ നിർത്തലാക്കിയതിൻ്റെ ചൊടിപ്പാണ് ഇവന്മാരൊക്കെ. അങ്ങനെ ED വന്ന സമയത്ത് ED ഒരു വലിയ മുട്ട ഉണ്ടല്ലോ, മുട്ട ഠക 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 എന്ന് എറിഞ്ഞ്. നാണം ഉണ്ടോടാ എറിഞ്ഞിട്ട്? ഇന്ന് മാസം ആയില്ലേ, നീയൊക്കെ കിടക്കില്ലേ അകത്ത്? കുറേ എണ്ണം കിടക്കുന്നില്ലേ? ഉണ്ട. ആർക്ക് വേണ്ടിയാ? പിണറായി വിജയൻ നല്ല രീതിയിൽ നെയ്മീനും നന്നായിട്ട് നല്ല ചോറൊക്കെ വെട്ടി വിഴുങ്ങി അവനും അവൻ്റെ മോളും ഒക്കെ തിന്ന് കൊഴുത്ത് സുഖമായിട്ട് അവർ ടൂർ അടിച്ചുകൊണ്ട് നടക്കുമ്പോഴേ നിനക്കാണ് നിൻ്റെ അച്ഛനെയും അമ്മയും നിൻ്റെ ഭാര്യയും മക്കളെയും കാണാൻ പറ്റാതെ തിന്നുകൊണ്ട് ജയിലിൽ കിടക്കുന്നത് അങ്ങ് തീഹാറിൽ. അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാജേന്ദ്രൻ ഭരിച്ചിരുന്നു. രാജേന്ദ്രന് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അവൾക്ക് പരിക്ക് പറ്റുന്ന തരത്തിലോട്ട് അവളെ ആക്രമിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇവിടെ കൗൺസിലർമാരാണ് സമരത്തിന് ചെയ്യുന്നത്. എവിടെയാ? മുനിസിപ്പാലിറ്റിയിൽ. ഈ ശിവൻകുട്ടി അവൻ്റെയൊക്കെ മറ്റേ ഗുണ്ടാ നേതാവ്, അവൻ്റെ ഗുണ്ടാ നേതാവ് എന്തോ കാണിച്ചേ? അതിൻ്റെ അകത്ത് വന്നിരുന്നില്ലേ? കൗൺസിൽ നേതാക്കന്മാരാണോ? സുരേന്ദ്രൻ ഇവൻ്റെയൊക്കെ മാമിയുടെ മോനാണോ സുരേന്ദ്രൻ? അയാൾ വന്നു. അപ്പോൾ CPM-ൻ്റെ ഗുണ്ടകളുമായിട്ട് ഒരു കരുതി തീർക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഗുണ്ടായുസം നടന്നിട്ടുണ്ട്. ഇവർ വയ്ക്കാൻ പോകുന്ന ഒരു അജണ്ട CPM-ഉം കോൺഗ്രസും കൂടെ ഒത്തു നിന്നുകൊണ്ട് BJP-യെ താഴെയിടും. ഭയങ്കര സംഭവമാടാ. നീയൊക്കെ താഴെ ഇട്ടിട്ട് നിങ്ങളൊക്കെ വീണ്ടും മുടിച്ച് തിന്നോ? വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ജനങ്ങളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഇന്ത്യ മുന്നണി കേരളത്തിൽ വന്നിരിക്കുന്നു. ഇനി BJP മാത്രമേ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഉള്ളൂ. ബാക്കി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സൊക്കെ ഒരു തുലാസിന്. അപ്പോൾ അവിടെ BJP ഇവിടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ ഒരു അരിവാളിൻ്റെ ഇടയിൽ ഒരു കൈനെ തിരികെ വെച്ചിട്ട് അവരൊരു പോസ്റ്ററിലും ഫ്ലക്സിലും അടിച്ചു വയ്ക്കും. അപ്പോൾ എന്തായാലും രാവിലെ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. ബൈ.